അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കക്കാടംപൊയിൽ കയറാൻ പോവാണ്. ഞാന് മുബാരിസ്, ബാക്കിൽ സൈഫ്, അജിനാസ്, പ്ലാൻ ഇട്ട പോലൊക്കെ ഉണ്ട്. ഇനി ഞങ്ങളിതാ കക്കാടംപൊയിൽ എത്തി. ഞാൻ കോട്ടൊക്കെ എത്തി. മുബാരിച്ചതാ മല കയറാൻ പോവാണ്. ഞങ്ങളൊരു ചായയും മക്രോണിയൊക്കെ കുടിച്ച് ഇതാ മുബാരിസ് എനർജി കൂടാൻ വേണ്ടി മക്രോണി കഴിച്ചിട്ട് ഞങ്ങളിതാ മല കയറാൻ പോവാണ്. ഗൈസ്, ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 ദിവസം മുമ്പ് ഞങ്ങളൊരു 5-6 ആൾ കൂടി പ്ലാൻ ചെയ്ത വരവാ. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം ഞങ്ങൾ 2 ആൾ മാത്രമുണ്ട്. ബാക്കിയുള്ള ഇരപ്പന്മാരൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുങ്ങി. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരാളീ നമ്പരുത്, ഒറ്റ ഒന്നും വരൂല. അപ്പോൾ കാർക്ക് എടുത്ത് കൊണ്ടുപോവാ. പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കൂല ഗൈസ്. ഇത് കുറച്ചധികം കയറാണ്ട് വിചാരിച്ചത്ര തളരൂല. പക്ഷെ ഞങ്ങൾ വരച്ച് കയറുന്നതാണ്. അപ്പം ഞങ്ങളിതാ മല കയറാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം 5:15. പക്ഷെ ക്ലൈമറ്റ് ഒക്കെ ഗൈസ് ഏതാ സാധനം. ബാക്കി ഞങ്ങൾ മുകളിലെത്തിയിട്ട് കാണിച്ചില്ല. കക്കാടംപൊയിൽ പോകാനുള്ളൊരു ഇപ്പോൾ പോരി ഒടുക്കത്തെ ക്ലൈമറ്റാണ്. ഇപ്പോൾ സമയം 5:30 മണിയാണ്. പക്ഷെ എന്തിനാ മൂന്നാറും ഇവിടെയൊക്കെ പോയി സമയം കളയുന്നത്? കോട കാണാൻ വയനാട്ടിലേക്ക് മൂന്നാർക്കൊന്നും ആരും പോണ്ട. ഇതാ അവിടെ കക്കാടംപൊയിൽ വന്നാൽ മതി. ഒടുക്കത്തെ കോടയുണ്ട്, ഒടുക്കത്തെ തണുത്ത കാറ്റ്, മഞ്ഞ് എല്ലാം ആസ്വദിക്കാം. കുറച്ച് നടന്ന് കയറണം എന്നേ ഉള്ളൂ. ഇവിടെ കയറിയിട്ട് വ്യൂ ഒന്നുമില്ല. നമ്മ കോട ഉണ്ടായിട്ട് അതിന് ഒന്നും കാണില്ല ചുറ്റിനും. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക, കാറ്റും മഞ്ഞൊക്കെ കൊണ്ടിട്ട് ഇതാ ചെക്കന്മാരെ കൂടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. നിർഭാഗ്യവശാൽ ഞങ്ങൾ 5 ആളിന് പ്ലാൻ ഇട്ട് ഞങ്ങൾ 2 ആളെ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി 2-3 വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാ അതിൻ്റെ മുടി താടിയൊക്കെ മഞ്ഞാണ് ഗൈസ്, വെള്ളത്തുള്ളികളല്ല. അപ്പോൾ ഞങ്ങളിതാ മല ഇറങ്ങി. ബാരിസൊക്കെ ആകെ തളർന്നു പോയി. ഇനി താഴ്ന്നൊരു മക്രോണിയും കോഫിയും കഴിച്ചാൽ ഉഷാറാവും.